നമ്മളോടൊപ്പം റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി ശ്രീ സ്റ്റാലിൻ ദേവൻ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം? കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ റെഡിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ പറഞ്ഞു, വളരെ വലിയ നൂലാമാലകളിൽ പെട്ടിരിക്കുകയാണ്, 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയാത്ത വിധം ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുൻ സർക്കാർ നിയമിച്ച വഖഫ് ബോർഡിലെ അംഗങ്ങൾ ചെയ്തു വെച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് അത് ഉടനെയൊന്നും തീർക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിരിക്കുന്നു. എന്ത് സംഭവിക്കുന്നുവെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഈ മുനമ്പത്തെ ജനങ്ങളെ രക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഏതെങ്കിലും രാഷ്ട്രീയ ബേസിസിലോ അല്ലെങ്കിൽ ജാതി മതം ഒന്നും വിചാരിച്ചിട്ടല്ല. എനിക്ക് ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അപ്പൊ ഞാൻ ആദ്യമേ പറയട്ടെ, ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരിക്കലും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. ഒന്നാമതായിട്ട് ഞാൻ പറയാം, നമ്മുടെ ഭരണഘടനാപരമായിട്ട് സെപ്പറേഷൻ ഓഫ് പവറും. അപ്പൊ ഒരു വിഷയം ജുഡീഷ്യറിയുടെ പരിഗണനയിൽ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ തീരുമാനമെടുക്കാൻ എക്സിക്യൂട്ടീവിന് യാതൊരു വിധത്തിലും ഉള്ള അധികാരവും ഇല്ല. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് കൂടിയായ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇതിന്റെ ആദ്യം മുതൽ തന്നെ വോട്ട് പിടിക്കാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ് മുൻപത്തെ കണ്ടത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അദ്ദേഹം മുൻപത്ത് ചെന്നിട്ട് ആദ്യം പറഞ്ഞത് മുനമ്പം വിഷയവും വഖഫ് ആക്ടും തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള ബന്ധവും ഇല്ല എന്ന്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇതൊരു വഖഫ് അല്ല. എന്നാൽ ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹം അങ്ങനെ ആ വാക്ക് അല്ലെങ്കിൽ ആ സെന്റൻസ് ആവർത്തിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് മുസ്ലിം ലീഗിനെ പേടിയാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം വിളിച്ചു കൂവിയത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റിനകം ഒരു പരിഹാരം കാണുമെന്നാണ്. എനിക്ക് തന്നെ അറിയാമായിരുന്നു, കാരണം അദ്ദേഹം ഈ ആൾക്കാരെ പറ്റിക്കാമെന്ന് പറയണേ. വഖഫ് ആക്ടിന്റെ പരിധിക്കകത്ത് അങ്ങനെ ഒരു പരിഹാരം ലഭ്യമല്ല. എന്നിട്ട് അദ്ദേഹം അതിന് വിശദീകരണം കൊടുത്തു. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പ്രയോഗിക്കാൻ പോകുന്നത് വഖഫ് ആക്ടിന്റെ സെക്ഷൻ 97 ആയിരിക്കും എന്നാണ്. സെക്ഷൻ 97 എന്താണെന്ന് ഇവിടുത്തെ സാമാന്യ ജനങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം സെക്ഷൻ 97 ഇൻവോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് സെക്ഷൻ 96 പ്രകാരമുള്ള എന്തെങ്കിലും ഒരു ഡയറക്ഷൻ, സെക്യുലർ ആക്ടിവിറ്റീസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ഡയറക്ഷൻ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്താൽ ആ ഡയറക്ഷന്റെ പുറത്ത് മാത്രമേ ഈ സെക്ഷൻ 97 പ്രകാരം സംസ്ഥാന സർക്കാരിന് വല്ലതും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇലക്ഷൻ വരുന്നത് കൊണ്ട് മുനമ്പത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇതൊക്കെ വിളിച്ചു പോയി 10 മിനിറ്റ് പരിഹാരം, 10 മിനിറ്റ് പരിഹാരം എന്നുള്ളത്. എന്നാൽ ഇദ്ദേഹം ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്തായിട്ട് വഖഫ് ബോർഡ് ഈ മുനമ്പത്തെ ഇപ്പോഴുള്ള ഈ പിന്നെ വാർസി പോർട്ടൽ ഇപ്പോഴുള്ള ഡേറ്റാബേസിൽ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് അത് ഒരു 8ന്റെ പണി ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനോട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഇനി ഞങ്ങൾ നിയമപരമായ പരിഹാരം തേടും എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് ഈ വിഷയത്തിന് നിയമപരമായ പരിഹാരം മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ? നേരത്തെ ഈ വഖഫ് ഭേദഗതി നിയമം വരുന്നതിന് മുമ്പായിട്ട് ഒരു വാംസി പോർട്ടൽ ഉണ്ടായി. അതായത് എല്ലാ വഖഫ് ബോർഡുകളും അവരുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന വഖഫുകളെ സംബന്ധിച്ച വിവരങ്ങൾ ആ വാംസി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അപ്പോൾ പുതിയ അമെന്റ്മെന്റിൽ കൂടി പുതിയ ഒരു സംവിധാനം കൊണ്ടുവന്നു. അതായത് സെക്ഷൻ 3B. അത് പ്രകാരം ഒരു ഡാറ്റാബേസ് ഓൺലൈൻ ഉണ്ടാക്കി ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും ഡീറ്റെയിൽസ് അതിൽ അപ്ലോഡ് ചെയ്യണം എന്നാണ് പുതിയ അമെന്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ഈ മുനമ്പത്തെ ഒരു വഖഫ് പ്രോപ്പർട്ടി ആയി നേരത്തെ വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഈ വാംസി പോർട്ടലിൽ അവർ ഇതുവരെയും അതിനെ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. കൂടാതെ ഈ രജിസ്ട്രേഷൻ അവർ തന്നെ ചെയ്തിരുന്നു. അതായത് 25/9/2019 രജിസ്ട്രേഷൻ നമ്പർ 9980/6 പ്രകാരം അവർ ഒരു വസ്തുവിനെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ആ രജിസ്ട്രേഷനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ കേസ് നടക്കുന്നത്. അതിൽ വിധി വരും. അപ്പോ ഇപ്പോ വഖഫ് നിയമത്തിൽ പറഞ്ഞത്
ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപ് ഏതെങ്കിലും വസ്തുക്കളെ വഖഫായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് 6 മാസത്തിനകം പുതിയതായിട്ട് വന്ന ഈ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. നത്തിങ് എൽസ്. അതിൽ നിയമപരമായിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ ഈ കേരള വഖഫ് ബോർഡ് എന്താ ചെയ്തത്? അവർ കുറച്ച് ഡീറ്റെയിൽസ് ഈ ഡാറ്റാബേസിലേക്ക് ഫോർവേഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുകയും അതിനെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇൻഫർമേഷൻ അതിൽ കൊടുക്കേണ്ടത് എന്ന് അതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ബൗണ്ടറീസ് ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിംഗ് യൂസ് ആൻഡ് ഓക്കുപ്പയർ എന്നാണ്. ഇവർ അവിടെ എന്ത് കൊടുത്തതാണ്? ഈ 44.76 ഏക്കർ വസ്തു ഉണ്ടെന്ന് പറയുന്നു. അതിൽ ബഹുഭൂരിഭാഗവും ഇപ്പോൾ കടലില്ല. അപ്പോൾ അവർ എന്ത് ബൗണ്ടറി ആയിരിക്കും കൊടുത്തിരിക്കുക? രണ്ടാമതായിട്ട് ഇൻക്ലൂഡിംഗ് യൂസ്, അവിടെ എന്ത് യൂസ് കൊടുത്തതാണ്? കാരണം 610 ഫാമിലീസ് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ ആ വസ്തു ഇപ്പോൾ എന്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അവർ എന്ത് കൊടുത്തതാണ്? ആൻഡ് ഓക്കുപ്പൈ, ഇപ്പോൾ അത് ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ആരാണെന്നാണ് അവിടെ ഫില്ല് ചെയ്യുന്നത്. ഈ 610 കുടുംബങ്ങളുടെയും പിന്നെ റിസോർട്ടുകളും മറ്റുമൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കുമോ അവരുടെ കൊടുത്തത് എന്നുള്ളത്. രണ്ടാമതായി ക്രിയേറ്റേഴ്സ് ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്, മോഡ് ആൻഡ് ഡേറ്റ് ഓഫ് വഖഫ് ക്രിയേഷൻ. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവർ ഈ സിദ്ദീഖ് സേഠിന്റെ പേരെ കൊടുത്തതാണ്. വഖഫ് ഡീഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, ദ പ്രസന്റ് മുത്തവല്ലി ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്. ഇപ്പോ മുൻപത്തെ വസ്തുവിന്റെ മുത്തവല്ലി ആരാണ് അത് മാനേജ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കുക. അപ്പോൾ ഇപ്പൊ വഖഫ് ബോർഡ് പറയുന്നു ഞങ്ങൾ തന്നെയാണ് മുത്തവല്ലി എന്ന് പറയുന്നു എങ്കിൽ അതിന്റെ മാനേജ്മെന്റിന്റെ സ്ഥലത്ത് അവർ എന്ത് കൊടുത്ത് കാണും? അടുത്തതായിട്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഗ്രോസ് ആനുവൽ ഇൻകം ഫ്രം ദ വഖഫ് ആൻഡ് ആനുവൽ ലാൻഡ് റവന്യൂ, സീസസ്, സെസസ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്. ഇപ്പോൾ തന്നെ അവിടുത്തെ റവന്യൂയാണ് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം അവിടുത്തെ റവന്യൂ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ മുത്തവല്ലിയാണെന്ന് പറയുകയും റവന്യൂ അവർ അടയ്ക്കുന്നു എന്ന് ഒരിടത്തുള്ളവർക്ക് അത് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റത്തില്ല. എക്സ്പെൻസ് എസ്റ്റിമേറ്റ്, ആനുവൽ റിയലൈസേഷൻ ഓഫ് വഖഫ് പ്രോപ്പർട്ടി ഇൻകം, ഈ 44 ഏക്കറിൽ നിന്നും അവർക്ക് എന്ത് ഇൻകമാണ് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അവർ എന്ത് കൊടുത്തു കാണണം. അടുത്തതായിട്ട് അലോക്കേഷൻ ഓഫ് വഖഫ് ഫണ്ട്സ്, മുത്തവല്ലിക്കുള്ള ശമ്പളം, മതപരമായ കാര്യങ്ങൾക്ക് മാറ്റിവെച്ചിരിക്കുന്നത്, ചാരിറ്റബിൾ പർപ്പസിന്, അതർ പർപ്പസ്. ഇവിടെയും ഈ വഖഫ് ബോർഡിന് ഒരു ഇൻഫർമേഷനും കൊടുക്കാൻ കഴിയില്ല. അവസാനമായിട്ട് ലിറ്റിഗേഷൻ സ്റ്റാറ്റസ്, ഡീറ്റെയിൽസ് ഓഫ് ഓൺഗോയിങ് കോർട്ട് കേസസ് ഇൻവോൾവിംഗ് വഖഫ് ബോർഡ്. ഇപ്പോ മുൻപത്തെ ഇപ്പോൾ ഒരുപാട് കേസുകളുണ്ട്. സുപ്രീം കോടതി മുതൽ താഴെ വഖഫ് ട്രൈബ്യൂണൽ വരെ കേസുകളുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും അവിടെ ഉണ്ടാവും. അപ്പൊ കേസുകൾ ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ ഇത് വഖഫാണോ അല്ലയോ എന്നോ ഒരു ഫൈനലൈസേഷൻ ആയിട്ടില്ല എന്നാണ്. ഇനിയാണ് അഡീഷണൽ ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ഇതാണ് ഒരു ഫൈനൽ രജിസ്ട്രേഷൻ അല്ല. ഇതിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് ക്ലാരിഫിക്കേഷൻ ചോദിക്കും. അതിനുശേഷം സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും തീരുമാനിക്കുക ഇത് വഖഫാണോ അല്ലയോ എന്നുള്ളത്, സബ്ജക്ട് ടു ദ ഫൈനൽ കോർട്ട് ഓർഡർ. അപ്പോൾ മുൻപത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വരാൻ പോകുന്നത് കോടതിയിൽ നിന്നും ആണ്. എന്നിട്ട് വി.ഡി. സതീശൻ പറഞ്ഞു കിടന്നു 10 മിനിറ്റിനകം ഞാൻ പരിഹരിക്കും എന്ന്. അപ്പോ ഭരണത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി തനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് വെറും ഈ നാട്ടുകാരെ വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഈ വഖഫ് ബോർഡ് പിന്നെ പഴയ ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് ഇതിനെ ഈ ഡാറ്റാബേസിൽ രജിസ്റ്റർ ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോ അദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് ഇന്നോ നാളെയോ ഇന്നലെയോ ഒന്നും തന്നെ അതിലേക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ എന്റെ വീഡിയോയിൽ നിരന്തരം പറയുന്നത് രാഷ്ട്രീയക്കാർ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇൻക്ലൂഡിംഗ് ബി.ജെ.പി. ഞാൻ ബി.ജെ.പി. സപ്പോർട്ടറാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. ബി.ജെ.പിക്ക് ഈ പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ അവർ ഈ മുൻപത്തെ ഞങ്ങളെ പറ്റിച്ചത് നിങ്ങൾക്ക് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പരിഹാരം പുതിയ അമെന്റ്മെന്റിൽ തരുമെന്നാണ്. പക്ഷേ അല്പമെങ്കിലും ലീഗൽ കാര്യങ്ങൾ അറിയാമെന്നുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും റെട്രോസ്പെക്റ്റീവ് എഫക്ട് എന്നുള്ള ക്വസ്റ്റ്യന് അമെന്റ്മെന്റ് ആക്ച്വലി വരുന്നില്ല. അപ്പോ ഈ ജെ.പി.സിയുടെ ബില്ല് ഫൈനലായിട്ട് പുറത്തു വന്നപ്പോൾ ഞാനാണ് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് പറഞ്ഞത് അതിനൊരു പരിഹാരം ഉണ്ട്. അത് അവിടെ മുൻപ് വന്നോ കേരളം വന്നോ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ഞാൻ മുൻപത്തെ ഹിസ്റ്ററിയും അതിന്റെ ചരിത്രവും ഫറൂഖ് കോളേജിന്റെ ലീഗൽ വശങ്ങളും വഖഫ് ആക്ടും ഒക്കെ
കഴിഞ്ഞ 2 വർഷമായിട്ട് ആ പാവങ്ങൾക്ക് വേണ്ടി അരച്ചു കഴിഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് എനിക്കത് കണ്ടെത്താൻ കഴിയും. എന്നിട്ടും ഞാൻ എന്റെ വീഡിയോകളിലും ദിന ടിവിയിലും ഒക്കെ അത് വിളിച്ചു പറഞ്ഞിട്ടും ഇവിടുത്തെ BJP-ക്കാരൊന്നും തന്നെ മുന്നോട്ട് വന്നില്ല. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അവസാനം ഈ ആക്ട് പാസ്സായതിനു ശേഷമാണ് അവർക്ക് എന്നെ ബന്ധപ്പെട്ടതും ഞാൻ അവരൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അതിനെ പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് പരിഹാരം കിട്ടുക. അപ്പോഴാണ് ഞങ്ങൾ പരിഹാരം കൊണ്ടുവന്നു 2A ഉണ്ട് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങി. അതിനുശേഷം വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് കുറെ പേര് സുപ്രീം കോടതിയിൽ പോയി. അതുകൊണ്ട് സർക്കാരിന് പിന്നെ റൂൾസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നിരുന്നാലും സുപ്രീം കോടതി കഴിഞ്ഞ സെപ്റ്റംബർ 5-ാം തീയതി ഒരു ഇന്ററിയം ഓർഡർ കൊടുത്തു. അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നത് ഈ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് 140 MLA രാഷ്ട്രീയ ഭേദമന്യേ ഒരു റെസല്യൂഷൻ പാസ്സാക്കി. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്നാൽ സുപ്രീം കോടതി ഈ കൊണ്ടുവന്ന ഭേദഗതിയിൽ ഓരോ സെക്ഷൻ പോലും ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുകയോ അതിനെ സ്റ്റേ ചെയ്യുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസ്താവനമായ കാര്യം. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ 15-ന് ശേഷം വേണമായിരുന്നു എങ്കിൽ ഈ ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിന് ഇതിനു വേണ്ട റൂൾസ് ഫ്രെയിം ചെയ്യാമായിരുന്നു. മുൻപ് സെക്ഷൻ 2A പ്രകാരം ഞാൻ ഫാദർ ജോഷി മയ്യാറ്റും കൂടി ചേർന്നിട്ട് ഇതിന് 2Aക്ക് എന്തൊക്കെ റൂൾസ് ആണ് കൊണ്ടുവരേണ്ടത് എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രധാനമന്ത്രി കത്തെഴുതി ഞങ്ങൾക്ക് അക്നോളജ്മെന്റ് കിട്ടി. ഇപ്പോൾ ഏകദേശം 8 മാസം കഴിഞ്ഞിട്ടും BJP-ക്ക് വേണമായിരുന്നു എങ്കിൽ മുൻപതിന് വേണ്ട സെക്ഷൻ 2Aക്ക് അടിയിലുള്ള റൂൾസ് കൊണ്ടുവന്നിരുന്നു എങ്കിൽ എനിക്ക് ഇതിന് അവർക്കൊരു പരിഹാരം നേടിക്കൊടുക്കാൻ സാധിക്കും. പക്ഷെ അതിനെപ്പറ്റിട്ട് ഒന്നും തന്നെ അറിയില്ല. പിന്നെ മുൻപതിന് പരിഹാരം അത് ടേക്ക് സം ടൈം. പക്ഷെ ആ പരിഹാരം കണ്ടെത്തുന്നതിൽ ഞാനായിരിക്കും സംശയമില്ല. കാരണം എനിക്ക് അവിടുത്തെ ബിബിൻ സെബാസ്റ്റ്യനെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പ് ജോസഫിനെ കിട്ടിയിട്ടുണ്ട്. അവരുടെ സഹോദരന്മാർ. അവരെന്നോട് ആവശ്യപ്പെട്ടിരിക്കാൻ, സാർ ഞങ്ങൾക്ക് വേണ്ടി കേസ് നടത്തണം, അല്ല ഭൂസംരക്ഷണ സമിതിക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സാർ കേസ് നടത്തണം, ഞങ്ങൾ അതിന്റെ പൈസ ചിലവായിക്കോളും. അങ്ങനെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഒക്ടോബർ മാസം 10-ാം തീയതി കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇതൊരു വഖഫ് പ്രോപ്പർട്ടി അല്ല. പക്ഷെ ടെക്നിക്കലി ആ പറച്ചിൽ തെറ്റാണ്. കാരണം വഖഫ് ട്രൈബ്യൂണൽ ഈ കേസ് കേൾക്കുമ്പോൾ ഹൈക്കോടതി മറ്റൊരു ഇന്റർപ്രിറ്റേഷനിൽ ആ അഭിപ്രായം പറയാൻ പാടില്ല. അത് സ്റ്റാറ്റ്യൂട്ടറി ഫൈനാലിറ്റിക്ക് എതിരാണെന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ് വഖഫ് സംരക്ഷണ വേദി ഇപ്പോൾ സുപ്രീം കോടതി പോയിരിക്കുന്നത്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ അവർ പറയുന്നത് കഴമ്പുണ്ട് നമുക്ക് തോന്നും. അതാണ് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ആദ്യത്തെ ദിവസം തോന്നിയത്. ഈ ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ ചെയ്തു, എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. അതിലിപ്പോ വഖഫ് ബോർഡ് കൂടി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കും ഒരു SLP പ്രത്യേകം ഫയൽ ചെയ്യണം, അവരും ഫയൽ ചെയ്തു. അപ്പൊ ആ 2 കേസ് അവിടെ പെൻഡിങ് ആണ്. അവിടെ BJP വളരെ നല്ലൊരു കാര്യം ചെയ്തു. അവർ ഈ കേസില് ഹൈക്കോടതിയിൽ കക്ഷിയായിരുന്ന 2 പേരുണ്ട്, ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനറും ചെയർമാൻ. അപ്പൊ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ നിങ്ങളുടെ വക്കാലത്ത് തരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ഒരു അഭിഭാഷകനെ അവർക്ക് വേണ്ടി ഹാജരാക്കാം എന്ന് ഷോൺ ജോർജ് മുഖ്യനെ അവർ ആവശ്യപ്പെട്ടിട്ടോ. ഇത്രയും വലിയൊരു സൗഭാഗ്യം, അതായത് ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ ഒരാൾ അപ്പോയിന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും അവിടെയുള്ള ഭൂസംരക്ഷണ സമിതിക്കാർ അത് ഒപ്പിട്ട് നൽകുന്നില്ല. അപ്പോ സുപ്രീം കോടതി മുമ്പാകെ പ്രശ്നം എന്ന് പറയുന്നത് മുനമ്പത്തിന് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയെ ഇംപ്ലീഡ് ചെയ്ത് അയാൾക്ക് വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് മനീന്ദർ സിംഗിനെ ഹാജരാക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. അതിന് പ്രകാരം ഫിലിപ്പ് ജോസഫിന്റെ ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഹാജരാകുകയും ചെയ്തു. അപ്പോൾ അതിന്റെ 302 പേജ് ഉള്ള പേപ്പർ ബുക്ക് എന്നാണ് പറയുന്നത്. അതിന്റെ 1-ാമത്തെ പേജ് മുതൽ 302 വരെ പേജിനുള്ള കൃത്യമായ മറുപടി ഞാൻ സുപ്രീം കോടതിയിലെ മനീന്ദർ സിംഗ് സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഇത് തന്നെ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ വഖഫ് സംരക്ഷണ വേദിയുടെ അവകാശവാദത്തെ അട്ടിമറിക്കുന്ന ഒരു ഫൈൻഡിംഗ് ആണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്താണ് എന്ന് ഞാനിവിടെ ഇപ്പോ ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ മുൻപത്തെ പരിഹാരം ഞാൻ ആദ്യമേ പറഞ്ഞു സമരത്തിന്റെ ആവശ്യമില്ല. ഒരു കേസ് ഒരു കോടതിയിൽ പെൻഡിങ് ആവുമ്പോൾ എത്ര പേർ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല കോടതി വിഷയം പരിഗണിച്ച് തീരുമാനം എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ സമരം ചെയ്ത് നിങ്ങളുടെ സമയവും എനർജിയും നഷ്ടപ്പെടുത്തരുത്.
പക്ഷേ ഈ രാഷ്ട്രീയക്കാരെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറെ പൊട്ടിഷിപ്പ് അവിടെ ഉണ്ടായി. എന്തായാലും ആ സമരത്തിൽ എല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പള്ളിയിലെ പാതിരിയെല്ലാം പോയി വെള്ളവും വാങ്ങിച്ച് നാരങ്ങ നീര് കുടിച്ച് വീട്ടുകളിൽ പോവുകയും ചെയ്തു. പിന്നെ അടുത്ത ഒരു ഗ്രൂപ്പ് സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ മിക്കവാറും മുൻപ് വിഷയത്തിന് പരിഹാരം കിട്ടാൻ പോകുന്നത് സുപ്രീം കോടതി ഈ വഖഫ് സംരക്ഷണ വേദി കൊടുത്തിരിക്കുന്ന ഒരു കേസിലൂടെ ആയിരിക്കും. അത് 99.99% അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് എന്റെ ബലമായ വിശ്വാസം. അടുത്തതായിട്ട് പ്രത്യേക പോയിന്റ് ഇവിടെ ആർക്കും അറിയില്ല. ഈ വിഷയത്തിനെ നമ്മൾ രണ്ടായിട്ട് കാണും. ഒന്ന്, മുനമ്പം ഒരു വഖഫാണോ അല്ലെങ്കിൽ, രണ്ടാമതായിട്ട് ഇവരുടെ റവന്യൂ അവകാശം. അപ്പോൾ എപ്പോഴാണ് ഇത്തരത്തിലൊരു റവന്യൂ അവകാശം പിടിച്ചെടുക്കാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തു സെക്ഷൻ 40 പ്രകാരം വഖഫ് ബോർഡ് ഒരു വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സെക്ഷൻ 4 പ്രകാരമുള്ള സർവേ നടത്തിയിരിക്കണം. രണ്ടാമതായിട്ട് സെക്ഷൻ 5 പ്രകാരമുള്ള ജുഡീഷ്യൽ എൻക്വയറിയും മറ്റു കാര്യങ്ങളും, അതായത് ഈ അഫക്റ്റഡ് പാർട്ടീസിന് നോട്ടീസ് കൊടുക്കണം, കൊടുത്തിട്ടില്ല, അവരെ കേൾക്കണം, കേട്ടിട്ടില്ല, സമഗ്രമായ ഒരു എൻക്വയറി നടത്തണം, നടത്തിയിട്ടില്ല, അതിനുശേഷം സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാണ്, നടത്തിയിട്ടില്ല, അതിനുശേഷം വഖഫ് ബോർഡ്, നിങ്ങൾ ഓർമ്മിക്കേണ്ട വഖഫ് ബോർഡ് അല്ല ഒരു വസ്തുവിനെ വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കും. ഈ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിൽ കൊടുക്കുമ്പോൾ സർക്കാർ അതിനെ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യും. ആ നിമിഷം മുതൽ മാത്രമാണ് ഒരു വസ്തു വഖഫായി ഡിക്ലെയർ ചെയ്യപ്പെടുക, ലീഗലി സ്റ്റാറ്റ്യൂട്ടറി. മുനമ്പത്തിന്റെ കാര്യത്തിൽ അതൊന്നും തന്നെ സംഭവിച്ചു. അപ്പോ ഈ സെക്ഷൻ 5 പ്രകാരമുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്ന ഒരു വസ്തുവിനെ വഖഫായി ഡിക്ലെയർ ചെയ്തതിനു ശേഷം ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ലാൻഡ് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർ ആ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് ഏതൊക്കെ വസ്തുക്കളാണോ അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയതിനു ശേഷം അതിനുശേഷമാണ് അവർ അവരുടെ ലാൻഡ് റവന്യൂ റെക്കോർഡ്സ്, ആ റെക്കോർഡ്സിൽ മാറ്റങ്ങൾ വരുത്തുക. അതിനുശേഷമാണ് മ്യൂട്ടേഷൻ സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ ഒക്കെ വരുന്നത്. അപ്പൊ ഇവിടെ സംഭവിച്ചു, ഈ സെക്ഷൻ 4ഉം 5ഉം പ്രകാരമുള്ള ഒന്നും ചെയ്യാതെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് നോക്കാം, സർക്കാരിന്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനിലും ആശ്രം കൂടെ മുനമ്പ് ഒരു വഖഫാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതില്ലാത്തപ്പോഴാണ് കാര്യം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ വഖഫ് ബോർഡ് കത്തയച്ചു, വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, നിങ്ങൾ ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുക്കുക. അങ്ങനെ ഒരു വകുപ്പ് ഈ വഖഫ് ആക്ടിൽ ഇല്ല. റവന്യൂ വകുപ്പ് they are bound to act as per the gazette notification. അപ്പൊ അതൊന്നുമില്ലാതെ ഇവരുടെ റവന്യൂ അവകാശങ്ങൾ കവർന്നെടുത്തു. അതിന് ഉത്തരവാദി വഖഫ് ബോർഡല്ല, വിവരമില്ലാത്ത റവന്യൂ വകുപ്പാണ്. അവർ ചെയ്തിരുന്നത് യു ഷോ മീ, യു സെൻഡ് മീ ദ ഗസറ്റ് നോട്ടിഫിക്കേഷൻ സോ ദാറ്റ് ഐ ക്യാൻ ടേക്ക് ആക്ഷൻ ആയിരുന്നു പറയുന്നത്. അപ്പോൾ ആരാണ് റവന്യൂ വകുപ്പ്. അപ്പോൾ രാമേന്ദ്രൻ കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ കേരള സർക്കാർ പറഞ്ഞത് എന്താണ്? നിയമപരമായുള്ള ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അല്ല വഖഫ് ബോർഡ് ഈ വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിന്റെ ഈ പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്നതല്ല എന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ ബാധിച്ചത്. അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാധിച്ചു എങ്കിൽ അബദ്ധത്തിൽ തെറ്റായ രീതിയിൽ പിടിച്ചെടുത്ത ഈ മുനമ്പം ജില്ലയുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് ഇന്ന് ഈ ഭൂമിയിൽ ആരോട് ചോദിക്കേണ്ട ആവശ്യം? ഞങ്ങളിപ്പോൾ തെറ്റുപറ്റും, ഞങ്ങൾ അത് തിരുത്തും. കാരണം ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ല, അത് ചെയ്യേണ്ടിയിരുന്നത് വഖഫ് ബോർഡാണ്. അത് ചെയ്യാതെയാണ് നമ്മൾ കത്തയച്ചത്, അതിനെ ഞങ്ങൾ സ്വീകരിച്ചു, അത് അബദ്ധമായി പോയി. അതുകൊണ്ട് മുനമ്പം ജില്ലയുടെ റവന്യൂ അവകാശങ്ങൾ മടക്കി നൽകാൻ BD സജീഷിന് 10 മിനിറ്റ് മാത്രം മതി. ഞാനതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. 10 മിനിറ്റിനകം മുനമ്പം ജില്ലയിലെ റവന്യൂ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. നിങ്ങൾ എന്നെ കേൾക്കാൻ തയ്യാറാണോ? ഞാൻ വരുത്തുള്ളൂ. അപ്പോൾ ഇപ്പോ ഈ മുസ്ലിം ലീഗിനെയൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രജിസ്റ്റർ വഖഫ് ബോർഡ് പോണതിന് മുമ്പായിട്ട് 8ന്റെ പണി തന്നു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വീണ്ടും പറ്റിക്കുകയാണ്. അദ്ദേഹത്തിനും അവിടെ ഒരു പരിഹാരം കാണണം ആഗ്രഹമില്ല. കാരണം അദ്ദേഹം ശ്രമിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അദ്ദേഹത്തിനെതിരാവും, ജമാഅത്തെ ഇസ്ലാമിനെതിരാവും. അതുകൊണ്ട് BD എല്ലാ രീതിയിലും വിളിച്ച് എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഈ പുതിയ രജിസ്ട്രേഷൻ കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സിറ്റുവേഷന് നിയമപരമായിട്ട് യാതൊരു വ്യത്യാസങ്ങളും വന്നിട്ടില്ല. അതുകൊണ്ട് BD
തഹസീൽദാർ നേരത്തെ പറഞ്ഞ തന്റെ വാക്കുകൾ ഉറച്ചു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം 10 മിനിറ്റിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. സെക്ഷൻ 97 പ്രകാരം ഒരു പരിഹാരം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഇലക്ഷന് മുമ്പായിട്ട് ജനങ്ങളുടെ വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ നാടകത്തിൽ കാണിക്കുന്നവര് ഭയങ്കരമായിട്ട് അഭിനയിച്ചു തള്ളി. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മൂക്കിട്ട് ശിക്ഷ വരുത്തുന്നത്. അദ്ദേഹത്തിന് നിയമപരമായി എന്നെ പോലെയുള്ള വ്യക്തികളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ഉത്തരവും തരാൻ കഴിയില്ല. പക്ഷേ ആസ് ഫാർ ആസ് ദ റവന്യൂ റൈറ്റ്സ് ഓഫ് ദ മിനിമം പീപ്പിൾ ഈസ് കൺസേൺഡ്, അദ്ദേഹം എന്നോട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ 10 മിനിറ്റിനകം അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള മാർഗം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു. ഭാവിയിൽ വഖഫാണോ അല്ലയോ എന്നുള്ളതൊക്കെ സൈനികതാണോ എനിക്കോ മറ്റാർക്കും പറ്റില്ല. അത് കോടതികൾക്ക് മാത്രമേ പറ്റൂ. അപ്പൊ കോടതികൾ എന്നെങ്കിലും വഖഫാണോ അല്ലയോ തീരുമാനിക്കും. പക്ഷെ തെറ്റായ രീതിയിൽ അബദ്ധത്തിൽ സംസ്ഥാന സർക്കാർ ആ പാവങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത റവന്യൂ അവകാശങ്ങൾ 10 മിനിറ്റിനകം യാതൊരുവിധ നിയമ പ്രശ്നങ്ങളും ഇല്ലാതെ സംസ്ഥാന സർക്കാരിന് തിരിച്ചു കൊടുക്കാൻ കഴിയും. അത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞ കാര്യം മാത്രം നടപ്പിലാക്കിയാൽ മതി. അദ്ദേഹം ഇപ്പൊ പറയുന്നു ഞാൻ നിയമവിദഗ്ധരുമായിട്ടൊക്കെ ആലോചിക്കും. അപ്പൊ തീർച്ചയായിട്ടും പഴയ അഡ്വക്കേറ്റ് ജനറൽ നിയമ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന് ചോദിക്കാം എന്താണ് നിങ്ങൾ അവിടെ വാദിച്ചത്, ഞങ്ങൾക്ക് വിഷയം പരിഹരിക്കാൻ കഴിയുമോ? അപ്പോ ഈ LDF റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുക്കുന്നത് നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുന്നതിലൂടെ LDF വഖഫ് ആക്ട് കൊണ്ടുവന്നതിലൂടെയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് 10 മിനിറ്റിനകം പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞതിലൂടെ ഇവിടുത്തെ കോൺഗ്രസ്, UDF, അതുപോലെ തന്നെ BJP എങ്ങനെയെങ്കിലും ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് അകത്തേക്ക് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളേതാ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് പരിഹാരം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെക്ഷൻ 2A കണ്ടുപിടിച്ചിട്ട് പോലും അതിന് വേണ്ട പ്രകാരം ആദ്യം നൽകാതിരുന്ന BJP ഇപ്പോൾ തന്നെ ഏകദേശം 1 വർഷം കഴിഞ്ഞു. അവർക്ക് വേണമെങ്കിൽ റൂൾസ് ഉണ്ടാക്കി പാർലമെന്റിൽ സെക്ഷൻ 107 പ്രകാരം പാസ്സാക്കി എടുത്തിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ വഖഫ് ട്രൈബ്യൂണലിൽ നിന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരം, ശാശ്വത പരിഹാരം എനിക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോ ഈ രാഷ്ട്രീയക്കാർക്ക് എന്താണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക ഇന്ന് പറഞ്ഞത് നാളെ അങ്ങനെയല്ല പറഞ്ഞത് പറയുക, ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിഞ്ഞ് ഈ മുനമ്പം ജനതയ്ക്ക് ഒരു ഉപയോഗമുണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്നായാലും മുനമ്പത്തിന് ഒരു പരിഹാരം അതിന്റെ ഒരു കണ്ണിയായിട്ട് ഞാനുണ്ട്. അന്ന് ഇവിടുത്തെ VD സതീശൻ സാറോ അല്ലെങ്കിൽ പണ്ടത്തെ പിണറായി വിജയനോ BJPയുടെ രാജീവ് ചന്ദ്രശേഖരോ ഒന്നും പിച്ചെടുക്കാണ്. ഞാൻ നടത്തുന്ന ഒരു നിയമയുദ്ധത്തിലൂടെ വളരെ താമസിയാതെ തന്നെ 1 വർഷം 2 വർഷം എടുക്കുന്നത് മുൻപത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തത്വമില്ല. ഇതൊക്കെ നമ്മുടെ JPC റിപ്പോർട്ടൊക്കെ ഞാൻ ഇതൊക്കെ പഠിക്കുന്നതിന് കാരണം ഇവർക്ക് എവിടെ നിന്ന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നാട്ടോടുകൂടി പറയുന്നു, അവർക്ക് പരിഹാരം സാധ്യമാണ്. അത് എന്നിൽ കൂടെയും പാദദോഷി മണിയാറ്റിൽ കൂടി ആയിരിക്കും. കാരണം ഞങ്ങൾ 2 വ്യക്തികളാണ് മുൻപ് വിഷയത്തിൽ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഇടപെട്ടത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് അക്കാഡമിക് ഇൻട്രസ്റ്റ് മാത്രമാണ്, ഒരു രാഷ്ട്രീയ ഇൻട്രസ്റ്റ് അല്ല. അപ്പോ ഇപ്പോഴത്തെ ഈ പുതിയ നാടകം എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് ഒരുപാട് വില കൊടുക്കുകയാണ്. വഖഫ് ബോർഡ് എന്തൊക്കെ ടേസ്റ്റ് ചെയ്തു, അതെന്തോ എല്ലാം തള്ളിപ്പോയി, എന്നേക്കുമായി മുനമ്പം വഖഫായി പോയി, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വീണ്ടും ആവർത്തിക്കുകയാണ്, മുഖ്യമന്ത്രി VD സതീശൻ സാറിന് ഇവരുടെ റവന്യൂ അവകാശത്തെ സംബന്ധിച്ച് ഒരു പരിഹാരം 10 മിനിറ്റിന് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് കരുണയുണ്ടെങ്കിൽ എന്നോടല്ല മുൻപ് ജനതയോട് എന്തെങ്കിലും കരുണ ബാക്കിയുള്ള പക്ഷം എനിക്ക് അദ്ദേഹത്തെ കാണാൻ എന്താണ് എന്റെ ഇതിലുള്ള ഒരു പ്രപ്പോസൽ ഒന്നും കേൾക്കാൻ തയ്യാറാകാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറലിനെയും ആ ചർച്ചയ്ക്ക് വിളിക്കാം. ഞാൻ അദ്ദേഹത്തെ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷെ അതിന് ഈ VD സതീശൻ സാർ തയ്യാറാണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. മുനമ്പം വഖഫാണോ അല്ലയോ എന്നുള്ള കോടതികൾ തീരുമാനിക്കും. പക്ഷെ ഇവരുടെ റവന്യൂ റൈറ്റ്സ് നിയമവിരുദ്ധമായിട്ടാണ് കഴിഞ്ഞ സർക്കാർ പിടിച്ചെടുത്തത്. അത് ഹൈക്കോടതിയിൽ പോയി സമ്മതിക്കുകയും ശരി. ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അങ്ങയുടെ ശബ്ദം കൃത്യമായി കേൾക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും അങ്ങ് ഇത്രയും
സമയം വഖഫിന്റെ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള എങ്ങനെയാണ്, എന്താണ്, ഏത് രീതിയിലാണ് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി ശ്രീ സ്റ്റാലിൻ ദേവൻ, അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ മുൻപത്തെ യഥാർത്ഥ വിഷയം എന്താണ്, ആർക്കാണ് ഇത് പരിഹരിക്കാൻ കഴിയുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാണ് ഇതിൻ്റെ ഉള്ളിൽ യഥാർത്ഥ പ്രശ്നം, എന്താണ് വിഷയം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണെങ്കിലും അത് അങ്ങ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാണെങ്കിലും വരും ദിവസങ്ങളിൽ ചില ചില ആളുകൾ ഒരുപക്ഷെ പറഞ്ഞ് ഇനിയും അങ്ങ് പറഞ്ഞതുപോലെ കലക്കവളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങുമായിരിക്കും, മുൻപത്തെ വിഷയം പരിഹരിക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ അപ്പോൾ പോലും ഇപ്പോൾ അങ്ങ് പറഞ്ഞതാണ്, കോടതി വഴി മാത്രമാണ് ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണല്ലോ യഥാർത്ഥ വസ്തുത. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്. വളരെ നന്ദി.